ഹായ്. അപ്പൊ ഒരു വലിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം തേടിയാണ് ഞാനും മാളും ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ മാളു? എന്താണ് പ്രശ്നം? ഞങ്ങള് യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് പേര് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളും ചെയ്തു നോക്കി. അതായത് ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിനുള്ള ശ്രമത്തിനിടയിലാണ് നടത്തി, പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. കുറെ നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല അത് ചെയ്യാനായിട്ട്. അതാണ് അപ്പൊ നിങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഇതിൽ അതിനെ കുറിച്ച് അതിനൊരു സൊല്യൂഷൻ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക, അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കണം. അതിനാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും പിള്ളേരൊക്കെ ഉണ്ടാവില്ല, നിങ്ങളും ഏകദേശം നിങ്ങൾ അതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു ഫോട്ടോ നിങ്ങൾ കമന്റ് അങ്ങനത്തെ കമന്റില്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കുറെ പേരൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. നമ്മളായിട്ട് വൃത്തികേടാക്കിയല്ല, പിള്ളേര് നന്ദൂസ് എന്ന് പറയുന്ന ഒരാളുടെ കലാവിരുദ്ധാണ് നമ്മുടെ വീട്ടിൽ ഭിത്തി ചെമര് മൊത്തം കുത്തി വരച്ച് നശിപ്പിച്ചിട്ടേക്കണം. എന്ന് വെച്ചാ ആദ്യം വരച്ചു തുടങ്ങി, അതെല്ലാം കഴിഞ്ഞ് കൊറേയൊക്കെ ഞങ്ങൾ നോക്കി. അപ്പൊ പുള്ളിക്കാരത്തി എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് ചെമരുമാരെ നമ്മള് ബോർഡ് മേടിച്ചു കൊടുത്ത്, അതേപോലെ വരയ്ക്കാനെല്ലാം ബുക്കുകൾ മേടിച്ചു കൊടുത്ത് 5 മിനിറ്റ് ഉപയോഗിക്കും. പിന്നെ നോക്കുമ്പോ ആള് ചുമരിലിട്ട് വരക്കലാണ്. അപ്പൊ സംഭവം ചുമര് ഭയങ്കരമായിട്ട് വൃത്തികേടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തല്ല, അവള് വരക്കാത്ത ഒരു സ്ഥലവും നമ്മുടെ വീട്ടിലില്ല. അപ്പൊ അതിന് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ പറഞ്ഞത് തെളിഞ്ഞു വരുവാണ്. സാധനം തന്നെ ഉടച്ച് കളയാൻ തന്നെ ഭയങ്കര പണിയാണ്, കുറെ ദിവസങ്ങൾ വേണ്ടി വരും. 10 ദിവസം 15 ദിവസം തന്നെ നമുക്ക് വീട് ഉടച്ച് കളയാൻ വേണ്ടി വരും. പിന്നെ അത്രയും ദിവസം വീട് പറ്റൂല, താമസം എല്ലാം ഉള്ളതല്ലേ. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാകുന്നുള്ളത് നമുക്കൊന്ന് അറിയണം. ഓക്കെ, അപ്പൊ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് അറിയാവുന്നവരെ എന്തായാലും കമന്റ് ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലേ മോള്? അപ്പൊ നമുക്ക് കാണിച്ചു കൊടുത്താലോ, സംഭവം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അതിന് കൂടുതലും മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പൊ അതെ, നമ്മുടെ നന്ദൂസിന്റെ കലാവിരുദ്ധ തുടങ്ങാൻ നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്നാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. എല്ലാരും ഹോം ടൂർ ഒക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇത് കണ്ട ഫ്രണ്ട് തന്നെ ഇങ്ങനെ വൃത്തികേടാക്കിട്ടുള്ളത്. കലാവിരുദ്ധം ഉണ്ടാ നന്ദൂസിന്റെ? വൃത്തിയെന്ന് പറയാൻ പറ്റില്ല, നന്ദൂസിന്റെ കലാവിരുദ്ധാണ്. നന്ദൂസിന്റെ പൊക്കത്തിനനുസരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാരും പുള്ളിക്കാരത്തിലെ വരകളാണ്. പഠിക്കണതും എല്ലാമാണ് അത്യാവശ്യം. ഋഷഭം വേണ്ട, ഇത് ഫ്രണ്ടായിട്ട് കാണുന്നത്. ഇതൊക്കെ ഒന്നുമല്ല. ഇനി ഇവിടുന്ന് അകത്തോട്ട് കേറുമ്പോ ഇവിടത്തെ ഭിത്തി ഇത് മൊത്തം പുള്ളിക്കാരുടെ പൊക്കത്തിനനുസരിച്ച് ഇവിടെ ഇപ്പൊ കയ്യെത്തും, ഇത്രയും കയ്യെത്തും നമുക്ക്. ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ഇനി അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഇത് നമ്മുടെ TV ഒക്കെ ചാനലിന്റെ തൊട്ടിപ്പുറം ഇതേപോലെ തന്നെ വരച്ച് ഇട്ടാക്കിയാണ്. അടുത്ത സ്ഥലം ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നല്ലേ. ഇത് എന്റെ മറ്റേ സിന്ദൂരില്ലേ, കിട്ടണ സാധനം എന്തായാലും അങ്ങനെ അഹങ്കാരമൊന്നുമില്ല, ഇന്നതുകൊണ്ട് വരക്കോളൊന്നുമില്ല. ഇതെന്റെ സിന്ദൂരം, പിന്നെ ലിപ്സ്റ്റിക്, അങ്ങനെ എന്ത് കിട്ടിയാലും അതൊക്കെ കൊണ്ടുവന്നാണ് ചുമര് അല്ല നല്ല വൃത്തിയില് പെയിന്റ് അടിക്കും. കണ്ട വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഇത്രയും വരെ എത്തും. ഇവിടെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാല് എത്തിക്കണം വരച്ചിട്ടാണ് ലാസ്റ്റ് വീട്. ഈ വീടൊക്കെ കാണിച്ചു കൊടുക്ക്, വീട് കാണിച്ചു കൊടുക്കും. റെയിൻബോ ഇവിടെ ഈ ചെമരുമ്പോ ഇവിടെ ഇതെന്റെ നെയിൽ പോളിഷ് ആണ്. ഇതിന്റെ നെയിൽ പോളിഷ്. ഓക്കെ, അതെ. ഇവിടെ ഈ ഭാഗം ഇവിടെ എല്ലാം സ്റ്റെയർ ആണിട്ടത്. അത്ര അങ്ങനെ പോവാറില്ല. കൺമഷീൻ കൊണ്ട് എടുത്ത് വരക്കണതാണ് കേട്ടാ. കൺമഷി എടുത്ത് വരച്ചതാണ്. ഇവിടെ മൊത്തം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ ഏരിയ മൊത്തം ഇവിടെ റൂം വരച്ചെടുക്ക്. ഇനി ഇതെന്താ ഇവിടെയൊക്കെ ഇതെന്ത് ചെയ്യാൻ പറ്റൂത്? എന്താണ് ഇതിനെ പറ്റിയ അറിയാവുന്നതൊന്ന് മെസ്സേജ് കമന്റ് ഇടണേ. അതേപോലെ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യണം. ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തന്നെ. ഇവിടെ നിന്നാണ് ആള് തുടങ്ങിയത്. ഇതാണ് നമ്മുടെ കലാവിരുത്. ഇതിന്റെ ഉത്തരവാദിയാണ് ഇവിടെ കിട്ടുന്നത്.
ആരാണ് സന്തോഷ് വരച്ചെല്ലാം ഇട്ടത്? ഒരു ഊഞ്ഞാല കെട്ടിയിട്ട് കിടന്ന ആദ്യം ഒറ്റക്ക് ഊഞ്ഞാലിട്ട് ഇരുന്ന ആദ്യാണ് കേട്ടോ. മാളുവിന്റെ വിലാസിനിടാ സാരിയും എടുത്ത് 2 ജനലിമേ കെട്ടിയിട്ട് അവിടെ നിന്ന് ആദ്യം. നമ്മ പിന്നെ വേറെ ഒന്നും പറയാറില്ല കേട്ടാ. എന്ത് കുറിച്ചൊക്കെ കാണിച്ചോട്ടെ ഞാൻ നോക്കി സൗണ്ട് കുറച്ച് സന്തോഷേ. എന്താണ് മോനെ? ഇവിടെ ചെമ്മരി ഇത് റൂമാട്ടത് ഞങ്ങളുടെ റൂമ് മൊത്തം നല്ലൊരു വർക്കാണ് ചെയ്തിട്ടാണ്. നമ്മുടെ വ്ളോഗ് ഫോറിയുടെ സജിക്ക് വന്നപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സജിക്ക് ഇത് കാണിക്കണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട ഇതൊക്കെ ഞാൻ കളയാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ട് ടിന്നറ് വെച്ചാല് പിന്നെ മറ്റേ വിമ്മ് ലിക്വിഡും പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് ചെറുനാരങ്ങയൊക്കെ കുറിച്ച് ചെയ്താൽ പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ചെറുതൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും ഉള്ളതുകൊണ്ട് ഹെവി ആയതുകൊണ്ട് അത് പോകുന്നു. ഒരു വരെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ അത് പോയേനെ. പക്ഷെ വരക്കാത്തൊരു ഏരിയ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ ഏരിയയില് ഇതൊക്കെ എല്ലായിടത്തും ചെമ്മരുമ്പോ മൊത്തം. പിന്നെ ഇത്രയും ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന വേറെ നമുക്ക് വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീട് മുങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു പാടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയൊരു അവസ്ഥ. അപ്പൊ ഇതിന് ഒരു പരിഹാരം ചെയ്താണ് ഞങ്ങളിപ്പോ ഉണ്ടാക്കണത്. എന്തെങ്കിലും ഒരു ഐഡിയ. പെയിന്റ് പണിക്കാരുള്ളത് ഒരു 5-6 കോട്ടെങ്കിലും അടിക്കണം, അല്ലെങ്കിൽ ഇത് ഉരച്ച് കളയണം, അങ്ങനെയൊക്കെയാണ് പറയണത്. കുറെ ദിവസത്തെ വർക്ക് ഓരോന്നാണ് പറയണത്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉത്തരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പെയിന്റ് അടിച്ച് ഇപ്പൊ നമുക്ക് ഒരുപാട് ചെലവ് നമുക്ക് വരാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ അനുഭവം നിങ്ങളുടെ വീട്ടിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ സഹിതം ഒന്ന് കാണാനാണ് മക്കളുടെ ഇങ്ങനത്തെ ഒരു കലാവാസന. ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. മറ്റേ നമ്മൾ കേട്ടിട്ടില്ലേ, അപ്പുറത്ത് കറണ്ട് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും പുറത്ത് നമുക്കൊരു സമാധാനമല്ലേ. നമ്മുടെ കറണ്ട് ഇല്ലെങ്കിൽ ആദ്യം നോക്കണം അപ്പുറത്തുണ്ട്, അവിടെ കറണ്ടില്ല, അതേപോലെ ഒരു സുഖം. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരച്ച എന്റെ ഫോട്ടോ നമ്മുടെ മക്കളുടെ കലാവിരുദ്ധ എല്ലാവരും കാണട്ടെ. ഓക്കെ, അപ്പൊ അറിയാവുന്നതിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വർക്കുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ പറഞ്ഞേക്കാം, 8129769729. നമ്മുടെ ഇത് കയറി നോക്കിയാൽ നമ്മുടെ നമ്പർ കിട്ടും. ഒരിക്കൽ കൂടി പറയാം, 8129769729. ഈ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഈ ഒരു പ്രശ്നം നമുക്കൊന്ന് പരിഹരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ നാളെ പുതിയ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും